UDF SDPI-യുമായി കൂട്ടുചേരാൻ തീരുമാനിച്ചു. SDPI-യുമായി ചങ്ങാത്തുണ്ടാക്കിയതിനു ശേഷം കേരളത്തിൽ വലിയ ചർച്ചകളുണ്ടായി. നമ്മുടെ മതേതര രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ ജനവികാരം ഉയർന്നു വന്നപ്പോൾ UDF-ന്റെ നേതാവ് PD സതീശൻ ഒരു പത്രസമ്മേളനം വിളിച്ച് ഞങ്ങൾക്ക് അവരുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാഷയും ശരീരഭാഷയും കണ്ടാൽ VD സതീശൻ പറഞ്ഞത് UDF SDPI-യുടെ വോട്ട് വേണ്ടണം എന്നാണ്. അതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു ശൈലി. എന്നിട്ടും കെ സുധാകരൻ ആ നിലപാട് എവിടെയെങ്കിലും പറഞ്ഞതായി നിങ്ങൾ കേട്ടു? ഞങ്ങൾ കെ സുധാകരനെയും MV ജയരാജനെയും വെല്ലുവിളിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ദേശദ്രോഹികളായ PFI-യുടെ രാഷ്ട്രീയ പാർട്ടി സുഡാപ്പിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ അവർക്ക് തന്റെ ഇടമുണ്ട്. കണ്ണൂർ ജില്ലയിലെ കനകമലയിലെയും നാറാത്തെയും ഭീകര ക്യാമ്പുകളും അതുപോലെ തന്നെ തയ്യാറെടുപ്പുകളുടെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച SDPI-ക്കാരെ രക്ഷിക്കുന്ന ആളായിരുന്നു സുധാകരൻ. അതുകൊണ്ട് സുധാകരൻ അവരെ തള്ളിപ്പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രകടന പത്രിക ഇപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളും പ്രസിദ്ധീകരിച്ചു. വളരെ കൗതുകം തോന്നുന്നത് CPM-ന്റെ പ്രകടന പത്രിക. അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നത് കാശ്മീരിനുള്ള പ്രത്യേക അവകാശം ഞങ്ങൾ പുരസ്കാരം, അതുപോലെ തന്നെ കള്ളപ്പണ തടയൽ നിയമം ഞങ്ങൾ നടത്താം, അതുപോലെ പൗരത്വ ഭേദഗതി നിയമം CAA ഞങ്ങൾ ഉണ്ടാക്കും. വളരെ പരിഹാസ്യമാണ്. ഈ ലോകസഭയിലെ 543 സീറ്റിൽ സ്ഥാനാർത്ഥികളെ പോലും നടത്താൻ പറ്റും. 40-ൽ താഴെയാണ് സ്ഥാനാർത്ഥികൾ. അതാണ് അവർക്ക് വട്ടപ്പൂജയുടെ ബംഗാളിലാണ് അതിന്റെ പകുതിയിലധികം സീറ്റ്. അപ്പം ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു റോളുമില്ലാത്ത CPM വലിയ പ്രകടന പത്രിക എന്നിട്ട് പരിഹാസ്യമായ ചില പ്രഖ്യാപനങ്ങൾ. കള്ളപ്പണ നിയന്ത്രണം എടുത്തു കളയും എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എന്ത് ദയനീയമാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി ഈ കള്ളപ്പണ നിയന്ത്രണ തടയൽ നിയമം ശക്തിപ്പെടുത്തിക്കൊണ്ട് ED കൂടുതൽ അധികാരവും ശക്തിയും നൽകിക്കൊണ്ട് ഇവിടുത്തെ കള്ളപ്പണം തടയാൻ നമുക്ക് സാധിച്ചു, നിയന്ത്രിക്കാൻ. അല്ലെങ്കിൽ വലിയ ഇടപെടലുകൾക്ക് 1 ലക്ഷം കോടി രൂപയാണ് കണ്ടുകെട്ടിയിട്ടുള്ളത്. കരിവന്നൂർ ബാങ്കിലെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കേസിൽ ED കണ്ടുകെട്ടിയിട്ടുള്ള ആ സ്ഥാവര ജംഗമ വസ്തുക്കൾ വിറ്റ് അവിടുത്തെ നഷ്ടപ്പെട്ട സഹകാരികൾക്ക് തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുമെന്ന് നരേന്ദ്രമോദി ഉറപ്പു നൽകിയത് സഹകാരികൾക്ക് വലിയ ആശ്വാസമാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം CPM-ന്റെ അക്കൗണ്ടുകൾ റദ്ദാക്കിയിരിക്കുകയാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് മരവിപ്പിച്ചിരിക്കുകയാണ്. കള്ളപ്പണം, അധികാരം ഉപയോഗിച്ചുകൊണ്ട് കള്ളപ്പണം ഉണ്ടാക്കുന്ന പാർട്ടിയായി ഇവർ അധപ്പതിച്ചിരിക്കുകയാണ്. ഇവിടെ പ്രചണ്ഡമായി പ്രചരണം നടത്തുന്നത്, ഇവിടെ ഈ മലബാറിൽ പ്രത്യേകിച്ച് നടത്തുന്നത്, ഇവിടുത്തെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട വിഷയം. ഇവിടെ ഇവർ പ്രചരിപ്പിക്കുന്ന എന്താ? മുസ്ലിങ്ങൾക്ക് പൗരത്വം കിട്ടും, അവരുടെ പൗരത്വത്തെ റദ്ദാക്കാൻ പോവുകയാണ്, അവർക്ക് പാകിസ്ഥാനിൽ പോകേണ്ടി വരും എന്നൊക്കെയാണ് പ്രചരിപ്പിച്ചത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നമ്മുടെ മീഡിയ, നമ്മുടെ മാധ്യമങ്ങൾ ഈ വിഷയം, ഒരുപക്ഷെ പാവപ്പെട്ട മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുന്ന ഈ വിഷയം ഗൗരവത്തിൽ ചർച്ച ചെയ്യാം. കേരളത്തിൽ, ഇന്ത്യയിൽ കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ 5550 വിദേശികൾക്ക് പൗരത്വം നൽകി. നമ്മുടെ തലശ്ശേരിയിൽ ഒരു മുസ്ലിം യുവാവ് പാകിസ്ഥാനിൽ നിന്നൊരു യുവതിയെ കല്യാണം കഴിച്ചു.
14 വർഷമായ കുട്ടി ഇവിടെ താമസിക്കും. നമ്മുടെ രാജ്യത്തിന്റെ നിയമവും പാരമ്പര്യവും ഒക്കെ അനുസരിക്കാൻ തയ്യാറായി അന്വേഷണ വിധേയമായി ആ പെൺകുട്ടിക്ക് ഇപ്പോൾ പൗരത്വം കിട്ടിയിരിക്കുകയാണ്. ഈ 5550 വിദേശികൾക്ക് പൗരത്വം കിട്ടിയതിൽ 107 ആളുകൾ മുസ്ലിങ്ങളാണ്. പല രാജ്യങ്ങളിലുള്ളവരുണ്ട്. എന്നിട്ടാണ് മുസ്ലിങ്ങൾക്ക് പൗരത്വം നൽകില്ല എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ നിയമം വളരെ കൃത്യമാണ്. ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടിയതുപോലെ ഈ രാജ്യത്ത് എല്ലാ ആളുകൾക്കും പൗരത്വം കിട്ടും. പൗരത്വത്തിന്റെ വിഷയത്തിൽ മതമൊരു വിഷയമല്ല എന്നതിന്റെ തെളിവാണ് വിവരാവകാശ നയം അനുസരിച്ച് ഈ മാധ്യമ പ്രവർത്തകരെ നിങ്ങൾക്കും ഈ വിഷയം പരിശോധിക്കാം. അപ്പൊ നുണപ്രചരണം നടത്തും. ഇവിടെ ഏറ്റവും അവസാനം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു വലിയ പ്രചരണമുണ്ട്. ഇവിടുത്തെ കോർപ്പറേറ്റുകളും മുതലാളിമാരും ഒക്കെ ഫണ്ട് കൊടുത്തത് കൂടുതൽ BJPക്കാണ്. പച്ചക്കള്ളം. ആകെ ഇലക്ട്രൽ ബോണ്ട് വഴി വന്ന പണം എത്രയാണ്? 20,000 കോടിയാണ്. അതിൽ 6,000 കോടിയാണ് BJP. 14,000 കോടി BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യ മുന്നണിക്കാണ് കിട്ടിയിട്ടുള്ളത്. 1,400 കോടി രൂപ കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട്. മമതക്ക് കിട്ടിയിട്ടുണ്ട്. 5,500 കോടി രൂപയാണ് സാന്റിയാഗോ മാർട്ടിൻ, നമ്മുടെ യശാഭിമാനിയുടെ സുഹൃത്ത് EP ജയരാജന്റെ ഫ്രണ്ട്, വ്യാജ ലോട്ടറി മുതലാളി, ഈ ഇന്ത്യ മുന്നണിയുടെ പാർട്ടിക്ക് നൽകിയിട്ടുള്ളത്. ഞങ്ങൾക്ക് 303 MP-മാർ, 1,500 MLA-മാരുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ ഫണ്ടിന്റെ റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് 14,000 കോടിയും BJPക്ക് 6,000 കോടിയാണ്. ശരി, നമ്മുടെ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനെ പരിശുദ്ധീകരിക്കാൻ അവതരിച്ച ഒരാളായിരുന്നു TN ശേഷൻ. അദ്ദേഹം ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. നരേന്ദ്രമോദി കള്ളപ്പണം നിയന്ത്രിക്കാൻ ഒരുപാട് സംഗതികൾ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇലക്ഷൻ ഈ പരിഷ്കാരം കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ അത് തെറ്റായിട്ടാണ് ഇത് ചർച്ച ചെയ്തത്. ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിന്റെയും മറ്റും പശ്ചാത്തലത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കള്ളപ്പണം നിയന്ത്രിക്കുന്ന നിയമം ഞങ്ങൾ അധികാരത്തിൽ വന്ന് റദ്ദാക്കുമെന്ന് പറയുമ്പോൾ ഈ പിണറായി വിജയൻ കള്ളക്കടത്തുകാരുടെയും കൊള്ള സംഘത്തിന്റെയും തലവനാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ഉൾപ്പെടെ കേരളത്തിൽ BJP വലിയ മുന്നേറ്റമാണ്. കേരളത്തിലാകെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ പല മണ്ഡലങ്ങളിലും BJP വിജയിക്കും. പിണറായി വിജയൻ പറയുന്നത്, ഇന്നിപ്പോ പിണറായി വിജയൻ പറഞ്ഞത്, തൃശ്ശൂർ വന്നിട്ട് പറഞ്ഞത്, നമ്മുടെ സുരേഷ് ഗോപി അവിടെ 3ാം സ്ഥാനത്തെത്തുമാണ്. ഞാൻ പിണറായി വിജയനോട് പറയുന്നു, നമ്മൾ രണ്ടുപേരും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയാണ്. ഞാൻ പറയുന്നു, ജൂൺ 4-ന് വോട്ട് എണ്ണുമ്പോൾ ഒരു 10:45 മണിയാകുമ്പോഴേക്ക് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ച് MP ആകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നാട്ടിലാകെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ കണ്ണൂരിലെ ബോംബുമായി ബന്ധപ്പെട്ട വിഷയം. ആ വിഷയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു 10-12 DYFI കുട്ടികൾ വിചാരിച്ചാൽ ഈ ഹൈടെക് ബോംബ് ഉണ്ടാക്കാൻ പറ്റില്ല. അതിന്റെ ഇൻഗ്രീഡിയൻസിന് ലക്ഷക്കണക്കിന് രൂപയാണ്. അപകടം ഉണ്ടായ ഉടനെ അവരെ ഹൈടെക് ആശുപത്രിയിൽ ചികിത്സക്കായി ജീവിക്കുന്നു. അപ്പൊ ഇതിന്റെ പിന്നിൽ 2 ആളുകളാണ്. ഒന്ന് പിണറായി വിജയനാണ്, മറ്റൊന്ന് P ജയരാജൻ. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞു, ഈ ക്രിമിനലുകളുടെ വീട്ടിൽ പോയത് പാർട്ടിക്ക് ദോഷം ചെയ്തിട്ടുണ്ട്. പക്ഷെ P ജയരാജൻ ഇന്നലെ ന്യായീകരിച്ചു, മനുഷ്യപ്പറ്റ്. ഇന്ന് പിണറായി വിജയൻ പറയുന്നു, മനുഷ്യപ്പറ്റ്, ഈ ക്രിമിനലുകൾ വീട്ടിൽ പോയത്. അതുകൊണ്ട് CPM-ന്റെ ഒത്താശയോടുകൂടിയാണ് ഈ ബോംബ് നിർമ്മാണം. എന്തിനു വേണ്ടിയാണ്? ഭയപ്പെടുത്തി സംഘർഷം ഉണ്ടാക്കുക. എന്തിനാണത്? CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പോലും വലിയ തോതിൽ BJP-യിലേക്ക് ആളുകൾ വരുന്നു. അടിയൊഴുക്കുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ്. കേരളത്തിലാകെ BJP-യിലേക്കുള്ള ഈ കുത്തൊഴുക്ക് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭീകരാന്തരീക്ഷം ഇത് സൃഷ്ടിച്ചിരിക്കുകയാണ്. മിസ്റ്റർ പിണറായി ഈ മരിച്ചാളുടെ വീട്ടിൽ പോകുന്നതിനെ സംബന്ധിച്ച്
അത് മനുഷ്യപ്പറ്റിന്റെ പേരിലാണെന്ന് പറയുന്ന പിണറായിയോട് തിരിച്ചു ചോദിക്കട്ടെ. കെ രമ ജീവിച്ചിരിപ്പുണ്ടല്ലോ. സഖാവ് അച്യുതാനന്ദൻ തന്റെ സഹപ്രവർത്തകൻ ചന്ദ്രശേഖരന്റെ വീട്ടിൽ ചെന്ന് രമയെയും കുട്ടിയെയും ആശ്വസിപ്പിച്ചപ്പോൾ പിണറായി വിജയൻ ഈ വാചകല്ല പറഞ്ഞത്. പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു വിചിത്ര ജീവിയാണ്. അദ്ദേഹത്തിന് മനുഷ്യത്വത്തെ പറ്റിയൊന്നും സംസാരിക്കാൻ യാതൊരു അർഹതയില്ല. ഇവിടുത്തെ ക്രിമിനലുകളെ, ഇവിടുത്തെ കൊടിസുനിമാരെ, ക്രിമാണി മനോജുമാരെ സൃഷ്ടിച്ചതും വളർത്തിയെടുത്തതും, അവരെ കേസ് നടത്തിയതും, അവർക്ക് വീട് വെച്ചു കൊടുത്തതും, അവർക്ക് വിവാഹ സൗകര്യം ചെയ്തു കൊടുത്തതും ഒക്കെ ഇവരായിരുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും പിണറായി വിജയന്റെ ഈ കാലിന്റെ അടിയിൽ നിന്നുള്ള ഒഴുക്ക് മണ്ണൊലിച്ചു പോകുന്നത് തടയാൻ സാധിക്കില്ല. കേരളത്തിൽ BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ മാത്രമല്ല, BJP വലിയ തോതിൽ ജയിക്കാൻ പോവുകയാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ സന്ദർഭത്തിൽ പങ്കുവെക്കുന്നത്. CPM എല്ലാ സംഭവങ്ങളും ഉണ്ടായപ്പോഴും ഇതുപോലെയാണ് പറഞ്ഞത്. ബോംബും രക്ഷാപ്രവർത്തനം, ചെറിച്ചട്ടി, ഹെൽമെറ്റ്, ബോംബും ഒക്കെ അവർക്ക് രക്ഷാപ്രവർത്തനം. അപ്പൊ അതുകൊണ്ട് CPM-ന് പങ്കുണ്ട് എന്നതിന് തെളിവാണ് ലോക്കൽ MLA-യുടെ നേതൃത്വത്തിൽ പാനൂർ ഏരിയ കമ്മിറ്റിയിലെ ഏറ്റവും സീനിയർ നേതാവായിട്ടുള്ള KK സുധീറാണ് ഈ വീടുകളൊക്കെ പറയുന്നത്. അവിടെയൊക്കെ ചെന്നിട്ട് പറഞ്ഞത് കേസ് ഞങ്ങൾ നോക്കും, ആശുപത്രിയിലെ ചികിത്സ എന്നൊക്കെ പറഞ്ഞ് അവർ ആശ്വസിപ്പിച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ ദിവസം ശ്രീകാന്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കേന്ദ്ര ഏജൻസി ഭീകര വിരുദ്ധ കേസുകളൊക്കെ അന്വേഷിക്കുന്ന ഒരു കേന്ദ്ര ഏജൻസി ഈ വിഷയം അന്വേഷിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടാനുള്ളത്. ഈ ചെറുപ്പക്കാരൻ മാത്രം ഇതിന് നിർദ്ദേശം കൊടുത്തിട്ടുള്ള ആളുകൾ മുഴുവൻ നിയമത്തിൽ കാരണം വരും, അത്തരമൊരു അന്വേഷണം വരും. തീർച്ചയായും ഈ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് പരാതിയോ അങ്ങനെയൊന്നും കൊടുക്കുന്നുണ്ടോ? തീർച്ചയായും ഞങ്ങൾ കൊടുത്തിട്ടുണ്ടോ അല്ല കൊടുക്കുന്നു? ഈ വീട്ടിൽ പോയതില് നമ്മുടെ മുൻ BJP-യുടെ നേതാവ് A. അശോകനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല. അപ്പൊ ഈ അശോകനൊക്കെ ഇവരൊക്കെ ഈ നേരത്തെ മുതലേ ഇവരുമായിട്ട് ബന്ധമുള്ള ആളുകൾ തന്നെയാണോ? CPM-യുമായിട്ട് ബന്ധമുള്ള ആളുകളാണ്. BJP-ന്റെ യൂണിറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന ആളൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സംഘാടകർ, പോലീസ് ഉദ്യോഗസ്ഥർ.